അസ്സലാമലൈക്കും. ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ പാടത്തും പറമ്പിലും ഒക്കെ ഉണ്ടാവണ ഈ താളുണ്ടല്ലോ, വെളിത്താൾ എന്ന് പറഞ്ഞത്, അത് എടുത്തിട്ടുള്ളൊരു കൂട്ടാനാണ് കേട്ടോ. ഇത് കർക്കിടക മാസത്തിലൊക്കെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കണൊരു കൂട്ടാൻ തന്നെയാണ്. അത് ഞാൻ ആ സമയത്തൊക്കെ ഉണ്ടാക്കിയത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് മുന്നിലേക്ക് എത്തിയപ്പോൾ ചിങ്ങത്തേക്ക് എത്തി. അപ്പോൾ ഈ തണ്ടൊക്കെ താളൊക്കെ മുറിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വൃത്തിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കൈമേൽ കറാവണതിനാണ് കയ്യിലൊരു കവർ ഇട്ടിട്ട് കേട്ടോ. അവിടെ ഈ തണ്ടുമെന്ന് ഈ ഒരു തൊലി ഇട്ട് ആ തൊലി ഇങ്ങനെ ചീന്തി എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതോടൊക്കെ അരിഞ്ഞാൽ അത് കൂട്ടാനൊക്കെ വെച്ചൊരു കടിവേവായിരിക്കും. നമുക്കങ്ങനെ മുഴുവൻ തണ്ടും ഇങ്ങനെ തൊലിയൊക്കെ ചീന്തി വൃത്തിയാക്കി എടുക്കാം. പിന്നെ അതിൻ്റെ ഇലകളൊക്കെ ഉണ്ട്, ചുരുണ്ടിക്കണ ഇലകളൊക്കെ അല്ലേ, അതിങ്ങനെ നിർത്തി നന്നായിട്ട് നോക്കണം കേട്ടോ. എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഉണ്ടോ എന്നുള്ളത്. താളുപാമ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞേക്കാം, പക്ഷെ നമ്മളിതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നന്നായി വൃത്തിയാക്കാം. എല്ലാം പിന്നെ വൃത്തിയാക്കി കഴുകി കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അരിയണം. ഇങ്ങനെ 2-3 ഒന്നിച്ച് വെച്ചിട്ട് അരിഞ്ഞത് ചൊറിയാതിരിക്കുള്ളൂല്ലോ. അപ്പോൾ ഓരോന്നാക്കിയിട്ട് ഓരോ തണ്ടെടുത്ത് അരിയാണെങ്കിൽ കൈ ചൊറിയുമായിരുന്നു. അപ്പോൾ ഇതും അങ്ങനെ അരിഞ്ഞെടുത്ത് വെച്ചിട്ട് ഇലയും കുറച്ച് ഇല എടുത്താണ് ഒക്കെ അരിഞ്ഞെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമുള്ളത് പൂളിയും കർമൂസയാണ്. അതും നമുക്ക് അരിഞ്ഞുകൊണ്ടിരാം. അങ്ങനെ അതും പൂളിയും കർമൂസയൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാം കൂടി കുക്കർക്ക് ഇട്ടിട്ട് നമുക്ക് വേവിക്കാം. താളം ഇട്ടെടുത്ത് താളം അരിഞ്ഞത് പിന്നെ വേവിക്കാൻ നോക്കുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ. പക്ഷെ വെന്ത് കഴിഞ്ഞാലും ഒന്നും ഉണ്ടാവില്ല, കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്ക് കഴിഞ്ഞത്തേക്ക് മുളക് ഇട്ടെടുക്കുക. നല്ല എരിവില്ല മുളക് കേട്ടോ, അതൊരു 3 നമുക്ക് മുറിച്ചിട്ടെടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഒരു തുള്ളി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. താളുന്നൊക്കെ തന്നെ വെള്ളം ഉണ്ടാവും. അതുകൊണ്ട് കുക്കർ അടച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അത് വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ല എത്ര ഉള്ളൂ കേട്ടോ, നിറയെ ഉണ്ടായ സംഭവം ഇതാ അടിയിലെത്തി. അപ്പോൾ ഇത് വെളിച്ചെണ്ണയിൽ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും കരിയപ്പെട്ട് കണ്ടൊന്ന് വറവിട്ട് ഇതിലേക്ക് ഒഴിച്ച് ചെയ്തു. അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട. അതുപോലെ ഈ കർക്കിടക മാസത്തിലൊക്കെ ഈ താളൊക്കെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുവാണ്. എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയുവാണ്.